നമ്മളുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും എല്ലാ അവയവങ്ങളും നമ്മളുടെ സ്വന്തമാണ്. എന്നിട്ടും ഇടത് കൈയോട് നമ്മൾ എന്തോ ഒരു അവഗണന എപ്പോഴും കാണിക്കും. ഇടത് കൈ കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് വലത് കൈക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ്, വലത് കൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമുള്ളൊരു കൈയായിട്ടും ഇടത് കൈയിനെ ഒരു അവഗണനയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ഇപ്പം കുട്ടികളായ കാലത്ത് തന്നെ നമ്മൾ ചെറിയ കുട്ടികളാകുന്ന സമയത്ത് തന്നെ ആരെങ്കിലും നമ്മളോടൊന്ന് ഷെയ്ക്കാൻഡോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് അവരറിയില്ല, ചെറിയ കുട്ടികളല്ലേ, അവർ ഇടത്തെ കൈ കൊടുക്കും. ഇടത്തേക്ക് നീട്ടുമ്പം പറയും ഇടത്തേക്ക് കാണിക്കല്ലേ വലത്തേക്ക്. ആ കുട്ടികൾ ഇടത്തേക്ക് കൊണ്ട് ഒരു മോശ കാര്യങ്ങളും ചെയ്ത് തുടങ്ങിയിട്ടില്ല ആ പ്രായത്തിൽ. എങ്കിലും നമ്മൾ പറയും ഇടത്തേക്കായി കൊടുക്കല്ലേ എന്ന് ചെറുപ്പത്തിലേ പറഞ്ഞിട്ട് കുട്ടികളോട് വലത്തേക്കായാണ് നല്ലത് എന്നൊരു ധാരണ ആ കുട്ടികളുടെ മനസ്സിൽ ചെറുപ്പം മുതൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ തന്നെ. അപ്പോൾ കുട്ടികളെപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് വലത്തേ കൈ നീട്ടണം. അതുകൊണ്ട് എന്ത് സാധനം ആരെങ്കിലും തരുന്ന സമയത്ത് വലത്തേ കൈ കൊണ്ട് വാങ്ങണം, ഇടത്തേ കൈ കൊണ്ട് വാങ്ങരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ കൈ തട്ടി മാറ്റിയിട്ട് വലത്തേ കൈ തന്നെ വാങ്ങാൻ വേണ്ടി പറയും. അപ്പോൾ കുട്ടികളെ മനസ്സിൽ അന്ന് തന്നെ രൂപം പ്രാപിക്കും ഈ ഒരു വലത്തേ കൈ ആണ് നല്ലത്, ഇടത്തേ കൈ മോശമാണെന്നുള്ളത്. പക്ഷേ നമ്മുടെ ശരീരത്തിലെ രണ്ട് ഒരേപോലെയുള്ള അവയവങ്ങൾ തന്നെയാണ് വലത്തേ കൈയും ഇടത്തേ കൈയും. അപ്പോൾ നമുക്ക് വലത്തേ കൈ കൊണ്ട് മാത്രം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇത്രയൊക്കെ നമ്മൾ അതിനെ അവഗണന കൽപ്പിച്ചെങ്കിൽ നമ്മൾ ആ കൈ കൊണ്ട് ഒന്നും ചെയ്യരുത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഇടത്തേ കൈ ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കുന്നത് മാത്രം വലത്തേ കൈ കൊണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കുക്ക് ചെയ്യാനാണെങ്കിലും ഏതെങ്കിലും സാധനങ്ങൾ പരത്താനാണെങ്കിലും ചപ്പാത്തി പരത്തണമെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടാക്കണമെങ്കിലും പച്ചക്കറി മുറിക്കണമെങ്കിലും പച്ചക്കറി പിടിക്കുന്നത് ഇടത്തേ കൈയിലാണ്. മുറിക്കുന്ന കത്തി മാത്രമാണ് നമ്മളെ വലത്തേ കൈയിൽ നമ്മൾ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ പച്ചക്കറി നമ്മളെ ഇടത്തേ കൈയിൽ പിടിച്ച് മുറിക്കുന്നതിന് നമുക്ക് യാതൊരു മോശമില്ല. അത് ഭക്ഷണ സാധനം തന്നെയാണ്. അത് കൈകൊണ്ട് പിടിക്കുന്നതിനും മുറിച്ചിടുന്നതിനും ആ ഭക്ഷണ സാധനങ്ങൾ ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നതിനും ഒരു മോശമില്ല. പക്ഷേ എപ്പോഴും പറയുമ്പോൾ ഇടത്തേ കൈയിനെ ഒരു അവഗണന. അതേപോലെ തന്നെയാണ് കാലുകൾ. നമ്മളിപ്പം എന്തെങ്കിലും മോശമായ ഒരു സാധനം നിലത്ത് കണ്ടു കഴിഞ്ഞാൽ കൈകൊണ്ട് തുറണ്ട, കാലോടങ്ങ് തട്ടിക്കളഞ്ഞേക്കെന്ന് പറയും. അപ്പോൾ കാലെന്ന് പറഞ്ഞാൽ ഒരു കൈയിൻ്റെ അത്ര വരില്ല എന്നുള്ളത് പോലെയാണ്. കാലുള്ളത് കൊണ്ടാണ് നമ്മൾ എണീറ്റ് നടക്കുന്നതും നിൽക്കുന്നതും നമ്മളുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതും ഈ കാലുകളുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ കാലിനൊന്നും അങ്ങനെ ഒരു മോശമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ മണ്ണിൽ ചവിട്ടി നടക്കുന്ന ഒരു നമ്മളുടെ അവയവം എന്നുള്ളത് കൊണ്ടായിരിക്കും കാലിന് ഒരു അത്ര പ്രാധാന്യം, കയ്യിൻ്റെ അത്ര പ്രാധാന്യം ഇല്ലാതെ കാലിന് ഒരു മോശമായിട്ട്. എവിടെയെങ്കിലും ഒരു ചളിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കാലോട് അങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി, കൈ കൊണ്ട് തൊടല്ലേ എന്ന് പറയും. കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ കുട്ടികളും പഠിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ ഇടത്ത് കൈയിനെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ അവഗണിക്കേണ്ട ആവശ്യം? നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് തന്നെയാണ് ഇടത്തേ കൈ. അത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്, എപ്പോഴും നമ്മുടെ കൂടെ തന്നെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ വയറ്റിൻ്റെ ഉള്ളിലും ഒക്കെ എന്തൊക്കെ വൃത്തികേടുകളുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വേറെ പല രൂപങ്ങളിലായി മാറിയിട്ട് അതൊരു സഞ്ചിയിലായിട്ട് നമ്മളതും കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. എങ്കിലും നമ്മൾ അതിനൊന്നും വൃത്തികേടായി കണക്കാക്കിയിട്ടില്ല. ഈ ഇടത്തേ കൈനെ മാത്രം നമ്മൾ എപ്പോഴും അവഗണിക്കും. പാവം ഇടത്തേ കൈ.